എനിക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ് ഗീസ്. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് താഴേക്കുള്ള വഴിയാട്ടോ. ഒരു ശകലം ദൂരം നമുക്ക് മേളിലേക്ക് നടക്കണം. കണ്ടോ, വഴി എന്തെങ്കിലും ടാറിങ് ആയ അടിപൊളിയായിരുന്നു. ഇത് കണ്ടോ, അത്രയും ദൂരം നമുക്ക് നടക്കാനുണ്ട് മുകളിലേക്ക്. 2 സെൽഫിയൊക്കെ എടുത്തു, വണ്ടി കയറി പോയേക്കുക. ഇങ്ങനെ കൊണ്ടുവിടുമ്പോഴാണ് വീഡിയോ പിടിക്കാൻ പറ്റുമേ. തന്നെ പോകുമ്പോഴത്തേനും പാടാ, രക്ഷയില്ലല്ലോ വീഡിയോ പിടിക്കാൻ. എനിക്കൊത്തിരി ഇഷ്ടമുള്ള സ്ഥലമാട്ടോ ഇത്. ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ വരുമ്പോൾ ഒന്ന് സ്ലോ ചെയ്യും. എനിക്കിങ്ങനെ ഈ താഴ്വാരം കണ്ടുകൊണ്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എപ്പോഴും ഇവിടെ വണ്ടി കാണും കേട്ടോ. ആരെങ്കിലുമൊക്കെ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നവരൊക്കെ കാണും. എപ്പോഴും അവിടെ വണ്ടി കിടക്കുന്ന. ഈ വീട് നോക്കുക കേസ്, എന്ത് രസമാണ് നോക്കിക്കേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ. കടയിലെത്തി 1-2 സെൽഫിയൊക്കെ എടുത്തു, ചായ കുടിച്ചു, ചോറുണ്ടു. ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേനുമാണ് നമുക്ക് ലോഡ് വന്നത്. ഇത് ലോഡ് വന്ന് നമുക്ക് ഇതാട്ടോ, പച്ചയോസാട്ടോ, സ്റ്റാറിൻ്റെ പച്ചയോസ് വന്നു. അപ്പോൾ അതിനെ കുറേ അവിടെ അടുക്കി വെച്ചു. ബാക്കിയുള്ളതിനെ എനിക്ക് ബാങ്ക് വരെ ഒന്ന് പോകണമായിരുന്നു. അപ്പം ഞാൻ ഓടിപ്പോയിട്ട് വന്നപ്പോഴത്തേനും കൂട്ടുകാരി ഇതെല്ലാം ഇങ്ങനെ മണ്ടേ കയറ്റി അടുക്കി സെറ്റ് ചെയ്തു. കണ്ടോ, ഇത് നമ്മുടെ ഇപ്പുറത്തെ ഗോഡൗണാണേ. ഇതുണ്ട്, ഈ ഗോഡൗണിലേക്ക് നമ്മൾ ഇതുവരെ വന്നില്ല. ഇത് അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ളൊരു ഗോഡൗണാട്ടോ. ഇതുണ്ട്, ഇവിടെ ഫുള്ള് സാനിറ്ററി ഐറ്റംസാണ്. നമ്മുടെ ക്ലോസറ്റുകൾ, വാഷ് ബേസിൻ, അങ്ങനെയുള്ള ഐറ്റംസ്. ഇതിൻ്റെ അകത്ത് ഫുള്ളേ അതും പിന്നെ ഉള്ളത് എന്താണ്, കുറേ വോൾവാൽവിൻ്റെ 1-2 പെട്ടിയും. പക്ഷെ കൂടുതലും സാനിറ്ററി ആട്ടോ അതിൻ്റെ അകത്തിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയുള്ള ഐറ്റംസാണ് ഇതിൻ്റെ അകത്ത്. പക്ഷേ ഇതൊക്കെ ഇവിടെ ഉണ്ടെന്ന് അപൂർവം കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാരണം നമുക്ക് ഡിസ്പ്ലേക്ക് സ്ഥലമില്ലല്ലോ. അപ്പോൾ അത്ര അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ എല്ലാവരും പറഞ്ഞു വിടും ഇങ്ങോട്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഇവിടേക്ക് ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ ഇതേപോലെ എല്ലാ സാധനങ്ങളും ഉള്ളൊരു കടയുണ്ടെന്ന് പറഞ്ഞു വിടണം കേട്ടോ. നമ്മൾ വേണ്ട പരിഗണന കൊടുക്കും ഉറപ്പായിട്ടും. അപ്പം അറിയാവുന്നവർക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഇതേപോലെ എല്ലാ ഐറ്റം സാധനങ്ങളും ഉള്ളൊരു കടയാണ് സ്റ്റാർ ഏജൻസി. ഫ്രണ്ടിൽ നിന്ന് കാണുന്ന പോണക്ക് ചെറിയൊരു കടയല്ല, അകത്തത് വിശാലമായ ഷോറൂമാണെന്ന് പറഞ്ഞു വിടണം. ജസ്റ്റ് നിങ്ങൾ ഇതുവഴിയൊക്കെ വരുവാണെങ്കിൽ കയറി ഒന്ന് സന്ദർശിച്ചിട്ട് പോകണം കേട്ടോ. ഗ്രീൻ നെറ്റ് ഐറ്റംസ് എല്ലാം കൂടെ വാരി ഇട്ടേക്കുന്നതാണ്. അത് ഒതുക്കിപ്പറക്കി വെച്ചെടുത്ത് നിന്ന് എന്തോ എടുക്കാൻ വേണ്ടി തപ്പി വാരി എടുത്താട്ടോ. പിന്നെ വേറെ എന്താണ് കണ്ടോ, ഇത് ഫുള്ള് നമ്മുടെ ക്ലോസറ്റുകളും ബാക്കിയുള്ള സാധനങ്ങളും അതിൻ്റെ മൂടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇത് ഏതോ ഒരു സൈറ്റിൽ നിന്ന് കുറച്ച് സാധനം നമുക്ക് റിട്ടേൺ വന്നതാണ്. പ്ലംബിങ് ഐറ്റംസൊക്കെ ഇങ്ങനെ റിട്ടേൺ വരുവാണെങ്കിൽ നമ്മൾ ഇതെടുക്കും കേട്ടോ. റിട്ടേൺ കൊണ്ടുവന്ന സാധനമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് അതിൻ്റെ സ്ഥലത്തൊന്ന് ഇട്ടിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഏകദേശം പോകാറായി, സന്ധ്യയായി സമയം. അപ്പോൾ ഇതങ്ങ് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നാളെ വരുമ്പോൾ അതവിടെ ഇങ്ങനെ ഇരിക്കില്ലല്ലോ. അപ്പോൾ അതിട്ടിട്ട് പോകാമെന്ന് ഓർത്തു. അപ്പോൾ അതിനെ ഇങ്ങനെ ഒരു ചാക്കിലേക്ക് ഇട്ടിട്ട് സൈസ് ഇതൊന്ന് തിരിഞ്ഞങ്ങ് വെക്കുവാണെങ്കിൽ പടപടാന്ന് എടുത്തുകൊണ്ട് വന്ന് ഇടാമല്ലോ. എനിക്ക് വണ്ടിയില്ലല്ലോ, രാവിലെ ഏട്ടൻ കൊണ്ടുവിട്ടതല്ലേ. അപ്പം ഏട്ടൻ തന്നെ വരണം കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ വരുമ്പോഴത്തേനും പരിപാടിയെല്ലാം ഒതുക്കിയിട്ട് നിൽക്കുവാണെങ്കിൽ കൊണ്ടുപോകാമല്ലോ. ഈ സാധനങ്ങളൊക്കെ പേര് പഠിക്കാൻ ഞാൻ എത്ര പാടുപെട്ടെന്നറിയാവോ ഗൈസ്. ഇതിൻ്റെ അകത്ത് വന്ന് പിന്നെ ഒരുപാട് സാധനങ്ങളുടെ പേര് പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് വലിയൊരു കടൽ പോണക്കാണ് പുറകോട്ട് ഇങ്ങനെ സാധനങ്ങൾ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പേര് നമ്മൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 2 മാസം കൊണ്ടോ പോലും നമ്മൾ പഠിച്ചെടുക്കുകയില്ല. ഇനി ഇപ്പം എന്നൊക്കെ കുറേ ഐറ്റംസ് എല്ലാം പഠിച്ചു, വേറൊക്കെ പഠിച്ചു വരുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ അത് മാത്രമായിപ്പോയി. രാത്രി വീട്ടിൽ പോയി കിടന്നുറങ്ങിയാലും പല സാധനങ്ങളുടെയും പേര് പറഞ്ഞായിരിക്കും ഞാൻ കിടന്നുറങ്ങുന്നത്. ആ ഒരവസ്ഥയായിരുന്നു വന്ന സമയത്തൊക്കെ. ഉണ്ടോ, എനിക്കെപ്പോഴും ഈ ബ്രാസ് ടീയും മറ്റേ എന്താണ് CPVCയുടെ സാധനവും ബ്രാസിൻ്റെ സാധനവും എനിക്കെപ്പോഴും മാറി മാറി പോകുമായിരുന്നു കേട്ടോ. ഇപ്പോഴും ചിലപ്പം മാറിപ്പോകും. ഇപ്പോഴും ചില ഐറ്റംസ് എല്ലാം എടുത്തുകൊണ്ട് വരുമ്പോൾ അറിയാവുന്നതാണെങ്കിലും ചിലപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും ഓർക്കപ്പുറത്ത് നമ്മൾ മാറി എടുത്തുകൊണ്ട് പോകും. ഈ സാധനങ്ങളെല്ലാം അന്നേരം പെറുക്കി തിരിച്ചാണ് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ വന്നിട്ട് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചിട്ടത്. മറ്റേന്ന് ചേട്ടൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സാധനം കണ്ടു കഴിയുമ്പോൾ അത് ഏത് അളവുള്ളതാണെന്ന് കണ്ടാൽ തന്നെ അറിയാം അവർക്ക്.
പക്ഷേ നമ്മളിങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാലേതാ അരയേതാ മുക്കാലേതാ ഒന്നും അറിയാൻ മേലാത്തൊരു സാഹചര്യത്തിലല്ലേ ഇങ്ങോട്ട് വന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഓരോ ഐറ്റം ഇങ്ങനെ തിരിഞ്ഞിട്ടിട്ട് കൊച്ചി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് കൊച്ചിനോട് ചോദിച്ചു, ഈ സാധനങ്ങളുടെയൊക്കെ അളവ് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. ഞങ്ങൾ ഓരോ സാധനത്തിൽ പേരെഴുതിയിട്ട് അതിങ്ങനെ കെട്ടി തൂക്കിയിട്ടു. അപ്പോൾ പെട്ടെന്ന് പഠിക്കാമല്ലോ. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കുറേ ഐറ്റംസ് നമ്മൾ പഠിച്ചത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ തിരിഞ്ഞിട്ട സാധനങ്ങൾ ഓടി ഓടി പെറുക്കി എടുത്തുകൊണ്ട് വെക്കുകയാണ്. അതതിൻ്റെ സ്ഥലത്ത് കൊണ്ടങ്ങ് ഇടുവാണെങ്കിൽ നമ്മൾ എടുക്കാൻ വരുമ്പോഴത്തേനും കുഴപ്പമില്ല അതെടുക്കാൻ. നമ്മൾ തിരിച്ച് കൊണ്ടിടുമ്പോഴത്തേനും ഇത് മാറിപ്പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അളവ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർക്കപ്പുറത്ത് ഒത്തിരി സാധനമൊക്കെ എടുത്ത് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് ആയിപ്പോയി കഴിയുമ്പോഴത്തേനും അവർക്കത് നല്ല ബുദ്ധിമുട്ടാകത്തില്ലേ കസ്റ്റമേഴ്സിന്. അതുകൊണ്ട് കഴിവതും അങ്ങനെയൊക്കെ വരാതെ നമ്മൾ നോക്കുന്നുണ്ട്. എന്ന് കഴിഞ്ഞാൽ വരാതിരിക്കുന്നൊന്നുമില്ല കേട്ടോ, ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ 1.5 പകരം 1.25 കൊടുത്ത് വിടാറ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇടയ്ക്കൊക്കെ. പക്ഷെ എന്നാലും നമ്മൾ കഴിവിൻ്റെ പരമാവധി അങ്ങനെയൊക്കെ സംഭവിക്കാതെ നോക്കും. പക്ഷേ ഇതിൻ്റെ പുറകിലേക്ക് ഇത്രയും ഇതുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ. അവിടെ കുറേ ചേട്ടൻ്റെ സ്ഥിരം സാധനം എടുക്കുന്ന കുറേ പ്ലംബർമാരും കുറേ വയറിങ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനൊരു സംഗതി ഇവിടെ ഉണ്ടെന്നറിയാം. അപ്പോൾ അവർക്കറിയാവുന്നവരോടെല്ലാം ഇതേ കണക്ക് പറയും, നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ സാധനം നല്ല സാധനങ്ങൾ കിട്ടുന്ന ഇതേ കണക്കൊരു കടയുണ്ടെന്ന് പറഞ്ഞിട്ട് വിടുന്നുണ്ട്. ചേട്ടൻ എപ്പോഴും നല്ല കച്ചവടമുണ്ട്. അതുകൊണ്ട് അതേപോലെ തന്നെ അപ്പം നിങ്ങൾക്ക് അവിടെ നിന്ന് ആരെങ്കിലും, അതായത് എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും ഈ കട ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന കണക്കൊരു കടയുണ്ടെന്ന് പറഞ്ഞ് വിടാം. കാരണം ഇത് ഇപ്പോൾ അത്യാവശ്യം നെടുങ്കണ്ട ഭാഗത്തുനിന്ന് വരെ നമ്മുടെ ഇവിടെ നിന്ന് വരുന്നുണ്ട് ആൾക്കാർ സാധനം എടുക്കാൻ. പക്ഷെ അത്രയ്ക്ക് അറിയാവുന്നവരൊക്കെ അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഇത്രയും അധികം സാധനങ്ങൾ ഒരുമാതിരി ഉള്ളിടത്തൊന്നും ഇല്ലാത്ത എല്ലാ ഐറ്റം സാധനങ്ങളും നമുക്കിവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ട് വയറിങ്ങിൻ്റെ ആണെങ്കിലും പ്ലംബിങ്ങിൻ്റെ ആണെങ്കിലും അതുപോലെ പെയിൻ്റ് ഐറ്റംസ് ആണെങ്കിലും എന്നാന്ന് എനിക്കറിയില്ല. അതിൻ്റെ അകത്ത് എത്ര ഐറ്റം സാധനങ്ങളുണ്ടെന്നുള്ളത് ഇതുവരെ ഞാൻ കണ്ടു തീർന്നിട്ടില്ല. അപ്പോൾ അത്രയധികം സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ആരും വന്ന് ചോദിച്ചാലും നമുക്കൊരു സാധനം ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു അപൂർവം ചില സാധനങ്ങളൊക്കെയാണ് നമുക്കില്ലെന്ന്, അതായത് ഈ മേഖലയിലുള്ള സാധനങ്ങൾ കേട്ടോ. അല്ലാതെ കണ്ട് എന്നാ പറയുന്നത്, ബാക്കി കടകളിലൊക്കെ കിട്ടുന്ന സാധനം വന്ന് ഇവിടെ ചോദിച്ചാൽ പറ്റത്തില്ല. പക്ഷേ ഈ ഐറ്റംസ് അതായത് ഇവിടെ വന്ന് ചോദിച്ചാലും ഇവിടെ നമുക്ക് സ്റ്റോക്ക് കാണും. പിന്നെ വേറെന്താണ്, ഇതൊക്കെ ഒന്ന് എന്നാ പറയുന്നത്, ഈ സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടു കേട്ട് പഠിച്ച് വരാനായിട്ട് നല്ലതായിട്ട് സമയമെടുത്തു. എന്തായാലും സാധനങ്ങൾ പെറുക്കിയിട്ട് തീർന്നു. ഇനി ഒരു 5-6 സാഡിൽസും കൂടെ ഉള്ളൂ കേട്ടോ. ഇതങ്ങ് പെറുക്കിയിട്ട് കഴിഞ്ഞിട്ട് ഞാനും വിട്ടു പോയേക്കുക. അപ്പോഴത്തേനും ഏട്ടൻ വരും. ഞാൻ എണ്ണ പൊളിച്ചിട്ടുണ്ട്. 2 ഇഞ്ചിൻ്റെ ഒരു ബെൻഡും കൂടെ ഉണ്ട്. അപ്പോൾ ഇതും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് സാഡിലും ഇട്ടിട്ട് പോയേക്കാം. ഇന്ന് നേരത്തെ ഞാൻ മീനിൻ്റെ വെള്ളമൊക്കെ മാറി വെച്ചു, ബ്രഷൊക്കെ കഴുകി വെച്ചു. അതുകൊണ്ട് ഇന്ന് വേറെ പണിയൊന്നുമില്ല. ഇതിട്ടാന്നേരെ പോവാട്ടോ. ഇന്ന് ഏതായാലും ഇന്നത്തെ വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതൊരു ഭാഗ്യമാണ്. മറ്റെന്നും പിറ്റെന്നല്ല ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് തന്നെ ചിലപ്പം ഇത് അപ്ലോഡ് ആകുവാണെങ്കിൽ എനിക്ക് ഇന്നത്തെ വീഡിയോ ഇന്ന് തന്നെ ഇടാൻ പറ്റും. അല്ലെങ്കിൽ തലേദിവസത്തെ വീഡിയോ ആണ് എനിക്ക് എന്നും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുണ്ട് അന്ന് നമ്മൾ അടുക്കി വെച്ച ടീകളിരിക്കണ കണ്ടോ, എന്നാ രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുവഴി ഇങ്ങനെ കടന്നു പോകുമ്പോൾ നോക്കിയാൽ ടീ കാണുന്നതിൽ ഭയങ്കര രസമല്ലേ കാണാനായിട്ട്. വളക്കട എന്നാ പറയുന്നത്, വളക്കടയിലൊക്കെ പോയി നിൽക്കുന്ന പോലെ. ശരി, അപ്പോൾ അടുത്ത വീഡിയോ കാണാം.